വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ആ ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസ് കുറച്ച് പണം പിടിച്ചിരുന്നു. ആ പണം ഇവിടെ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി എത്ര പിരിച്ചു എന്നുള്ള കണക്ക് സംസ്ഥാന പ്രസിഡന്റിന് അറിയില്ല. എത്ര വീട് കൊടുക്കുന്നു ചോദിച്ചപ്പോൾ KPCC പ്രസിഡന്റ് പറയുന്നത് 50, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് 30, വേറൊരാൾ പറയുന്നത് 40. അതിൻ്റെ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. അത് സംസ്ഥാന തലത്തിൽ പിരിച്ചു, അതവിടെ നിൽക്കട്ടെ. മാനന്തവാടി ടൗണിൽ മാനന്തവാടിയിലെ കോൺഗ്രസ് കമ്മിറ്റി ഒരു ഫണ്ട് പിരിച്ചിട്ടുണ്ട്. മാനന്തവാടിയിലെ യൂത്ത് കോൺഗ്രസ് പിരിച്ചിട്ടില്ല എന്ന് പറയരുത്. വാളാട് അസീസ്, ജംഷീർ ഇവർ രണ്ടാളും കൂടി പിരിച്ചിട്ടുണ്ട്, റെസീറ്റ് തന്നിട്ട്. അതിൻ്റെ അടിയിൽ നറുക്കെടുത്തിട്ട് ഒന്നാം സമ്മാനം ഒരാട് അതും കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒരാട് കൊടുത്തായിട്ട് മാനന്തവാടിയിൽ ഏറ്റവും നല്ല ഔന്നിത്യത്തിലിരിക്കുന്ന ഒരു കോൺഗ്രസിന്റെ നേതാവെന്ന നിലക്ക് മാനന്തവാടി മണ്ഡലത്തിൽ പിരിച്ച പൈസയുടെ കണക്കെങ്കിലും നിശാന്തിന് പറയാൻ കഴിയും. സുഹൃത്തെ, താങ്കൾ പറയുന്നത് ഈ പിരിച്ചത് വീടിന് വേണ്ടിയിട്ടാണോ? മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. ഞാൻ വീട് പോയിട്ട് ആട് പോലും കിട്ടിയില്ല. ആട് പോയിട്ട് കൂട പോലും ഇല്ല. കോൺഗ്രസിന്റെ നേതാക്കളോട് ഒരു ചോദ്യം. നിങ്ങൾ ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കേരളത്തിലെ സ്ത്രീകളോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. രാഹുൽ മാങ്കൂട്ടം MLA ആയിട്ട് ഇന്നും തുടരുന്നു. സ്ത്രീകളോട് നിങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധതയില്ല.